തോരപ്പൻ ചേട്ടാ, തോരപ്പൻ ചേട്ടാ, തോരപ്പൻ ചേട്ടാ, തോരപ്പൻ ചേട്ടാ, ഇവര് തോരപ്പൻ ചേട്ടാ നിന്റെ ഞാൻ പറയുന്നില്ലേ. അയ്യോ, ഞാൻ ചേട്ടനെ വിളിച്ചതല്ല. പിന്നെ ആരെ വിളിച്ചാ? തോരപ്പൻ ചേട്ടാ എന്ന് പറഞ്ഞതാ. ഇത് കണ്ടോ, അവിടെ തോരപ്പൻ മാന്തി വെച്ചിട്ടുണ്ട്. അതിന് തോരപ്പൻ ചേട്ടാ. അത് എലി മാന്തി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാ പോരെ? വലിയ തോരപ്പനില്ലേ, തോരപ്പൻ, അതാ മാന്തി. അതുകൊണ്ട് വിളിച്ചതാ, അല്ല ചേട്ടനെ അല്ല കേട്ടോ വിളിച്ചേ. എന്നെ വിളിച്ച വിവരം അറിയുന്നീ. അയ്യോ, വെറുതെ പറയണ്ട, ഞാൻ തോരപ്പൻ ചേട്ടാ ഇങ്ങനെ വിളിച്ചതാ. പിന്നെ എനിക്ക് നിങ്ങളുടെ പുട്ടുംകുറ്റി ഒന്ന് തരാമോ? പുട്ടുംകുറ്റിയോ? പുട്ടുംകുറ്റി. അത് ബീപ്പക്കുറ്റിയോ? നീ തെറ്റിപ്പോയാണോ? ബീപ്പക്കുറ്റി എനിക്ക് പുട്ടുംകുറ്റി. പുട്ടുംകുറ്റിയില്ലേ, തള്ളി വിടുന്ന. ഓഹോ, മനസ്സിലായി. ഒന്ന് വേണമായിരുന്നു, തരാവോ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ ഇതിനു മുമ്പ് ഉണ്ടായ ഇഡ്ഡലി പാത്രവും പിന്നെ ഒലക്ക അങ്ങനെയുള്ള പല സാധനങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടോ? ഒലക്ക കൊണ്ടുപോയോ? ഒലക്കയും കൊണ്ടായിരുന്നു. കൊണ്ടുപോയത് ഒലക്ക കൊണ്ടുപോയി. നീ ഇവിടെ നെല്ല് കുത്താനാന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി. ഞാൻ എന്തിനാ പറയാം, ചേട്ടനെ തല്ലാൻ പറ്റായിരുന്നോ? ഒലക്ക നെല്ല് കുത്തലൊന്നും ഇപ്പൊ ഇല്ല, അതൊക്കെ പണ്ട്. അപ്പൊ എന്തോ കെണി ഉണ്ടായിരുന്നു. അതിൽ കുഴപ്പമൊന്നും ഇല്ലാത്തോണ്ട്. ഞാൻ അങ്ങനൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ. ഉണ്ടായിരുന്നു. കൊണ്ടുപോയോ? ഇപ്പൊ ചേട്ടൻ പുട്ടുംകുറ്റിതായി. ഇതെല്ലാം കൂടെ ഞാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അതിൽ ഇനി കൊണ്ടുതരാം. അപ്പൊ നിനക്ക് പുട്ടുംകുറ്റി ഇല്ലേ? എനിക്ക് പുട്ടുംകുറ്റിയൊക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ അടി നിറച്ച് ഓട്ടയാന്നേ. അല്ല, എന്തെങ്കിലും സാധനം എന്റെ വീട്ടിലുള്ളതായിട്ട് പറയാവോ? എന്റെ വീട്ടിൽ ഇങ്ങനെ പല സാധനം കാണും. ഇപ്പൊ നിങ്ങളോട് പറയണ്ട. കാണുന്നല്ല, ഇല്ലാന്ന് പറയും. നിങ്ങള് പുട്ടുംകുറ്റിതാ, അത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാം കൂടെ ഒന്നിച്ചിങ്ങോട്ട് എത്തിക്കാം. ഒന്നിച്ചെത്തിച്ചു. പുട്ടുംകുറ്റി. ഇത് നല്ല പുട്ടുംകുറ്റിയാണല്ലോ. നല്ല പുട്ടുംകുറ്റി കാശ് കൊടുത്ത് മേടിക്കണം. അതുകൊണ്ട് ഓട്ടയം മേടിച്ചോണ്ടിരുന്നാ പോരാ. പിന്നെ കാശ് കൊടുക്കാതെ വല്ലതും കിട്ടുമോ? കാശ് കൊടുക്കാൻ കിട്ടില്ല. അത് പുതിയ പുട്ടുംകുറ്റി കേട്ടോ. ആയിക്കോട്ടെ, അതിനെന്താ, ഇത് കൊള്ളാം. ഇതേ എന്റെ ചേട്ടൻ പുട്ട് ഭയങ്കര ഇഷ്ടാട്ടോ. അതങ്ങോട്ടേ ഒരു കുറ്റി പുട്ടങ്ങ് ഉണ്ടാക്കി കൊടുത്താണ്ടല്ലോ, അത് തിന്നേച്ച് ഭയങ്കര സന്തോഷത്തിൽ. എനിക്കും അങ്ങനെ ഇഷ്ടം. പിന്നുണ്ടല്ലോ, ഓമനീ ഓമനീ എന്നുള്ള ഈ വിളിയാ. അതെന്താന്നറിയാവോ? നിന്നോട് സ്നേഹമുള്ളതുകൊണ്ട് പറയുന്ന ഓമനേ ഇനിയും പുട്ടുണ്ടാക്കി താന്ന് പറയണ. അതേ, എന്നോടുള്ള സ്നേഹമല്ല. പിന്നെ ആരോടാ സ്നേഹം? ഈ പുട്ടങ്ങ് ചെല്ലുമ്പോ പുള്ളിക്ക് എന്തൊക്കെയോ മനസ്സിലങ്ങ് വരും. പിന്നെ ഈ വിളി എന്നാന്നറിയോ, ഓമനീ. അടുത്ത വീട്ടിലെ ഓമനേനെയാ. അപ്പൊ അങ്ങനെയാണ് സംഭവം. അപ്പൊ ഈ അടുത്തുള്ള ഓമനയുടെ കൂടെ ഒരു ചുറ്റിക്കളിയുണ്ട്. അപ്പൊ ഈ സന്തോഷം കേറുമ്പോഴാ പുള്ളി അങ്ങ് മതി മറന്ന് പരിസരം മറന്ന് അങ്ങ് വിളിക്കുന്ന. അപ്പൊ എന്റെ മുമ്പിൽ നിന്നാ വിളിക്കുന്നതെന്നൊന്നും ചിന്തയില്ല. അപ്പൊ 2 ദിവസമായിട്ട് പുള്ളിക്ക് ഒരു ചുറ്റിക്കളി കാണുന്നു. അപ്പൊ ഇന്നൊരു പുട്ടും അങ്ങുണ്ടാക്കി കൊടുക്കും. അപ്പൊ അറിയാലോ, അന്നേരം ഈ ഓമനെ വിളിയുണ്ടല്ലോ, ഈ തെടുത്ത് ഞാൻ പാല്. എന്റെ ദൈവം, എന്റെ അത് തൊണ്ടി പോകാനാകും. ഇനി കൊണ്ടുപോവാ ഇനി താ, എനിക്ക് താ. തൊണ്ടിയല്ല, ഇങ്ങോട്ട് താ. നീ കൊണ്ടാക്കണ്ട പുട്ടൊന്നും. നീ നല്ല കാര്യം പറഞ്ഞാലും നന്നായി. നല്ല കാര്യാ, പക്ഷെ ഇത് അത് ഞാൻ തന്നെ കൊണ്ടോണ്ടാ. നീ കൊണ്ടോണ്ടാ. ഒരു വിവരം അറിയാനും അറിഞ്ഞില്ല. എന്നെ കൂട്ടണ്ട. അതുകൊണ്ട് എന്റെ പുട്ടുംകുറ്റി വേണ്ട. ഞാൻ നേരെ നിന്റെ കയ്യിലായിരിക്കണേ. അതൊക്കെ സമ്മതിച്ചു. പക്ഷെ നീ ആ സാധനം തന്നിട്ട് പോ. എനിക്കിട്ടോ, നീ നിന്റെ കെട്ടിയോനെ പോയി നോണ്ടിയാൽ മതി. എനിക്കിട്ട് നടക്കില്ല. എന്റെ മെമ്പറത്തെ വിളിക്കും ഞാനിപ്പം. അവളപ്പുറയുണ്ട്.